ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നത് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ എളുപ്പത്തിൽ എങ്ങനെ ഒരു മാസ്ക് ഉണ്ടാക്കാം എന്ന വീഡിയോയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ 8 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയുമുള്ളൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. കോട്ടൻ്റെ ക്ലോത്താണ് എടുത്തത്. ഇനി നമുക്ക് 35 ഇഞ്ച് നീളമുള്ള 1.5 ഇഞ്ച് വീതിയുമുള്ള 2 പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ച തുണിയിൽ 17.5 ഇഞ്ച് ഫോൾഡ് ചെയ്ത് വെച്ച തുണി കേട്ടത്. അപ്പോൾ 17.5 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തു. ഇനി 1.5 ഇഞ്ച് വീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. 1.5 ഇഞ്ച് വീതി. മുപ്പത്തഞ്ച് ഇഞ്ച് നീളത്തിലുള്ള 2 പീസ് ഇതേപോലെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 8 ഇഞ്ച് നീളവും വീതിയുള്ള ഈ പീസിൽ 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ 3 സ്ഥലത്ത് മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്യുക. 2 സൈഡിലും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതേപോലെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ പ്ലീറ്റ് വെച്ചിട്ട് ഇതിൻ്റെ 2 സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ 3 പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ 2 സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ 2 സൈഡിലും പ്ലീറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കാം. ഓക്കെ, 4 ഇഞ്ചാണ് ഇപ്പോൾ എനിക്കിവിടെ ലെങ്ത്ത് വരുന്നത്. ഇനി നമുക്ക് 4 ഇഞ്ച് നീളത്തിലും 1.5 ഇഞ്ച് വീതിയിലും 2 പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി ആ പീസ് നമുക്ക് ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നേരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിത് ഉള്ളോട്ടേക്ക് മറിച്ചിട്ട് ചെറുതായി മടക്കിയിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇതേപോലെ തന്നെ ഇതിൻ്റെ മറ്റേ സൈഡും നമുക്ക് എക്സ്ട്രാ ഉള്ള പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 35 ഇഞ്ച് ലെങ്ത്തുള്ള പീസിൻ്റെ സെൻറ്റർ ഒന്ന് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ പീസിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച സെൻട്രൽ പോയിൻ്റ് രണ്ടും ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പീസ് ഇതേപോലെ ഉള്ളോട്ടേക്ക് മടക്കി ചെറുതായിട്ട് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് 2 സൈഡിൽ നിന്നും ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നീളത്തിൽ മറ്റേ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇതേപോലെ തന്നെ മറ്റേ ഭാഗവും നമുക്ക് സെൻട്രൽ പോയിൻ്റ് അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. എളുപ്പത്തിൽ ഒരു മാസ്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.